ഇന്ന് കേസ് നമ്മൾ വേറെ ലെവൽ ഒരു ഓഫ് റോഡിങ്ങിന് പോവുകയാണ്. എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലത്തെ കേസ് സിമ്പിളായിട്ടുള്ള ഓഫ് റോഡിംഗ് ഒന്നും അല്ല. അത്യാവശ്യം എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഓഫ് റോഡിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ക്രിസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓയിഡി മച്ചാനും ഉണ്ട്. മച്ചാനാണ് ഈ ഒരു ഓഫ് റോഡ് മൊത്തം ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സംഭവം റീലൊക്കെ കണ്ടപ്പം കേസ് അത്യാവശ്യം നല്ല അടിപൊളി ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കേസ് പെതി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അതേണ്ട കുറേ കാർ റിപ്പയറിംഗ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് മച്ചാൻ ഇട്ടിരിക്കുന്ന ബേസ് ക്യാമ്പ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ്സ് ഒക്കെ കേസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മച്ചാൻ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എൽ സിയും കൊണ്ടേ വരാനുള്ളതെന്ന്. അപ്പോൾ ഞാനും ക്രിസും എൽ സി എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ലാത്ത കാറുകളൊന്നും കേസ് നമുക്ക് അങ്ങോട്ട് കയറ്റാനായിട്ട് പറ്റുന്നതല്ല. ഓഫ് റോഡിങ്ങിന് എപ്പോഴും അടിപൊളി വണ്ടി അത് എൽ സി തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും അല്ല, ഞങ്ങൾ 3 പേരും കേസ് എൽ സി എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എൽ സി മാത്രം കയറുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ഓഫ് റോഡിങ് ആയിരിക്കും കേട്ടോ. നല്ല എക്സ്ട്രീം വഴികളിലൂടെയൊക്കെയാണ് പോകാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. എനിക്ക് കേസ് പേഴ്സണലി ഓഫ് റോഡിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കേസ് നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു പ്ലേസുകളൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം എന്താണ്ട് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ക്രിസിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്, സ്പോയിഡി മച്ചാൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെതിയെ നീങ്ങാം ഗൈസ്. ക്രിസിൻ്റെ ബാക്കിലായിരിക്കും ഞാൻ പോകുന്നത്. ക്രിസ് സ്പോയിഡി മച്ചാൻ്റെ ബാക്കിലായിരിക്കും. മച്ചാനല്ലേ വഴി അറിയത്തുള്ളൂ. അപ്പം ഞങ്ങളെന്തായാലും ഇങ്ങനെ വരിയായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ റേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അതുപോലത്തെ റൂട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെൽക്കം ടു ഓഫ് റോഡ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ കേസ് പെതിയെ പോകാൻ പറ്റുമോ അത്രയും പെതിയെ വേണം നമ്മൾ പോകാനായിട്ട്. എന്നാലേ കേസ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നേരെ പോകുന്നുണ്ട് കേസ്. ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ. ഒരു കാട്ടിനകത്തൂടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാ വൈബല്ലേ, നല്ല രസമുണ്ട് കേസ് ഇവിടെ ഒക്കെ കാണാനായിട്ട്. ഞങ്ങൾ ഓഫ് റോഡിൻ്റെ തുടക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേസ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടിപ്സ് ഫോർ ഫ്രഷേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ കേസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് മൊത്തം വായിക്കാൻ നിൽക്കുവാണെങ്കിൽ കേസ് നമ്മുടെ വീഡിയോ ലാഗായി പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് അത് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു. അപ്പോൾ അതേ നമുക്ക് എന്തായാലും പെതിയെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് നീങ്ങിയേക്കാം കേട്ടോ. ഇവിടെ തന്നെ കുറേ പാറകളും അതുപോലെ തന്നെ കുറേ ടയേഴ്സൊക്കെ കേസ് അവിടെ വെച്ചേക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളമൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എങ്ങനെ വണ്ടി ഓടിക്കാനാണെന്നോ. ഇതൊക്കെ ജസ്റ്റ് തുടക്കം മാത്രമാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പം ഇതിലും എക്സ്ട്രീം റോഡുകളായിരിക്കും. റോഡെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, ആ മലകൾ വല്ല ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കൻ കേസ് കയറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഭയങ്കര കുത്തനെ മല വരെ കേസ് ഞാൻ ഈ ഒരു വണ്ടി സിമ്പിളായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇത് വെറും സ്റ്റോക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എൻജിനൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് വണ്ടിയുടെ ആ ഒരു പവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഈ ഒരു വഴിയൊക്കെ ഈ ഒരു വണ്ടി കയറണമെങ്കിൽ വേറെ ലെവലാണ്. ഞാൻ ഈ ഒരു റൂട്ട് വരാനായിട്ട് കേസ് പ്രത്യേകിച്ച് വണ്ടിയിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ വണ്ടി നേരത്തെ എങ്ങനെയായിരുന്നു ഇരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പെതിയെ കേസ് നമുക്ക് അങ്ങോട്ട് കയറി പോയേക്കാം. ഇവരെല്ലാം കേസ് ഒരു വണ്ടിയിലായിരുന്നെങ്കിൽ നമുക്ക് രസമായിരുന്നു, ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ പോകുമായിരുന്നു. പക്ഷേ നമ്മളെല്ലാം 3 വണ്ടിയിലായതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് സംസാരിച്ചൊന്നും പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞായിരുന്നു. പിന്നെ എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ല കേസ് അവരവരുടെ വണ്ടി ഇങ്ങനെ ഓടിച്ച് കയറ്റാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ 3 വണ്ടി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ കേസ് വേറെ ലെവൽ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് കേസ് ഒരുപാട് കാണും. അപ്പം നമ്മളിത് കുറേ പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. മാക്സിമം നിങ്ങളെ എങ്ങനെയെങ്കിലും കേസ് ലാഗ് അടിപ്പിക്കാതെ ഈ ഒരു വീഡിയോ കാണിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്ക് പെതിയെ അങ്ങോട്ട് പോയേക്കാം. എൻ്റെ മോനെ കേസ് വണ്ടിയൊക്കെ അങ്ങോട്ട് കുലുങ്ങിയൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എങ്ങാനും കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടുപോയി കഴിയുവാണെങ്കിൽ പിന്നൊന്നും പറയാനില്ല, പിന്നെ മൊത്തത്തിൽ നമ്മൾ തേങ്ങി പോവേ. കാരണം നമുക്കിനി വീണ്ടും റിട്ടേൺ പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. റിട്ടേൺ പോയി കഴിയുവാണെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ തിരിച്ച് വരേണ്ടി വരും. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ ഒരു നദിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് ഇതുപോലെ അങ്ങ് കടന്നേക്കാം. എൻ്റെ മോനെ കേസ് ഏതാ വൈബ്. ഇതുകൊണ്ട് സൈഡിലൊരു കാറൊക്കെ അവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അതെന്താണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? എനിക്ക് ഈ സ്പോയിഡി മച്ചാൻ കേസ് ഇത് ഇതുവഴിയൊക്കെയാണ് ഈ കയറിപ്പോകുന്നത്. അതിൻ്റെ മണ്ടയ്ക്കൂടെ വണ്ടി കയറിപ്പോവോ? നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയാലോ. ക്രിസ് കണ്ട് അവിടെ കയറാനായിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല. നമുക്കവിടെ ചെന്ന് ഐഡിയ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കയറി പൊയ്ക്കോളും.
ഓക്കെ, എന്തായാലും എന്താണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം വലിയ സീൻ കാണത്തില്ലായിരിക്കാം അല്ലേ. എന്തായാലും ഈ ഒരു ഓഫ് റോഡ് കഴിയുമ്പോഴത്തേനും കേസ് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്തായാലും കുഴപ്പമില്ല, എല്ലാ ഓഫ് റോഡിങ്ങിലും അതൊക്കെ സർവ്വസാധാരണമാണല്ലോ. ഇപ്പോൾ ഈ ഒരു എൽസി ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഓഫ് റോഡിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ കയറാത്ത സമയമില്ല. ഓക്കെ, അവരെന്തായാലും അങ്ങ് പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ മറന്നോ? ഓക്കെ, എന്തായാലും എന്താണ്ട് കേസ് അത് ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. വളരെ സിമ്പിളായിട്ട് കയറിപ്പോയി. അവരെന്നെ മറന്നില്ലായിരുന്നു കേട്ടോ. ഞാനവിടെ കുടുങ്ങിപ്പോയെന്നും വെച്ച് അവരെന്നെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നായിരുന്നു. അപ്പോഴത്തേക്കിന് ഞാൻ എന്താണ്ട് തിരിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇങ്ങനെ പോകാനായിട്ട് നല്ല വൈബുണ്ട് കേട്ടോ, ഇങ്ങനെ 3 പേരായിട്ട് പോകാനായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 20 പേരായിട്ട് പോയി കഴിയുവാണെങ്കിൽ അതൊരു വൈബ് കാണത്തില്ല. കാരണം എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ചിലർക്ക് വഴി തെറ്റും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അത് മാത്രമല്ല ഭയങ്കര അലമ്പുമായിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുക. ആഹാ, അതിൻ്റെ ഒരു സുഖം കേസ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ടോ? ഈ സ്പോയിഡി മച്ചാൻ ഇത് വഴിയൊക്കെയാണോ പോകുന്നത്? ക്രിസ് എന്തായാലും കേസ് മൊത്തത്തിൽ ഷോക്കായി ഇരിക്കുവാണെന്ന് തോന്നുന്നു. അവനെന്തായാലും അങ്ങോട്ട് വണ്ടി നീക്കുന്നില്ല കേട്ടോ. എന്തായാലും തന്നെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് കയറുമോ? ഇതുവഴിയൊക്കെ റോഡുണ്ടെന്ന് ഗൈസ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ. സ്പോയിഡി മച്ചാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള റൂട്ടിൽ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കിണ്ടി മനസ്സിലാകത്തില്ല. ഗൈസ്, നമ്മുടെ ക്രിസിൻ്റെ വണ്ടി കുടുങ്ങിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ കുടുങ്ങിയെന്ന്. മച്ചാൻ, നമ്മുടെ സ്പോയിഡി മച്ചാൻ അങ്ങ് ചെന്നെന്ന് തോന്നല്ലോ. കാണുന്നേ ഇല്ല കേസ്. മച്ചാൻ്റെ പൊടി പോലും ഇല്ലല്ലോ. എവിടെ ചെന്നു? മിക്കവാറും കേസ് അവിടെ ചെന്ന് വണ്ടി നിർത്തിയിട്ട് തിരിച്ച് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. ക്രിസിൻ്റെ വണ്ടി കുടുങ്ങിയെന്നാണ് എൻ്റെ ഒരു ബലമായ ഇത്. വെരി ഗുഡ് കേസ്. അവൻ മറ്റേ റീസ്പോൺ അടിച്ച് പോയിരിക്കുകയാണ്. ഇനി എന്തോരം ദൂരം കേസ് അവൻ ഇങ്ങോട്ട് വരണം? അല്ല, അവന് ഒറ്റയ്ക്ക് വരാനായിട്ട് വഴി അറിയാവോ? ആർക്കറിയാം. അവൻ്റെ വണ്ടി അവിടെ കുടുങ്ങിപ്പോയതുകൊണ്ടാണ് കേട്ടോ അവൻ റീസ്പോൺ അടിച്ചു. ഞങ്ങൾ കുറേ നേരം കേസ് ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ക്രിസ് പൂർവാധിക ശക്തിയോടെ തിരിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഒരാൾ പോയപ്പോൾ അടുത്ത ആൾക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അതായത് സ്പോയിഡി മച്ചാൻ്റെ വണ്ടി അവിടെ കുടുങ്ങിപ്പോയെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയേക്കാം കേട്ടോ. ഇവിടത്തെ മച്ചാൻ്റെ വണ്ടി തലയും കുത്തിയൊക്കെ കിടക്കുകയാണ്. അടിപൊളി കേസ്. 4 ടയറും എയറിലാണ്. അതിൻ്റെ കൂടെ തന്നെ ക്രിസും കൂടെ ഇറങ്ങി ചെന്നപ്പം കംപ്ലീറ്റായി. ഇവർ എങ്ങനെങ്കിലും കേസ് നമ്മൾ തിരിച്ച് കയറ്റുന്നതായിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. പക്ഷേ ഇത് ഭയങ്കര സീനായിട്ടാണ് വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ മച്ചാൻ വീണ്ടും റീസ്പോൺ അടിച്ച് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ക്രിസ് തണ്ട് സ്പോയിഡി മച്ചാൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അവനും അങ്ങോട്ട് നോക്കിയിട്ട് കേസ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് സ്പോയിഡി മച്ചാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അതിൻ്റെ ബാക്കിലേക്ക് ഇടിച്ച് ഇങ്ങോട്ട് തള്ളിയിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഐഡിയയും കേസ് നടക്കുന്നില്ല കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു, പക്ഷേ കേസ് ഈ ഒരു വണ്ടി അനങ്ങുന്നില്ല. ഇതിപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. പിന്നൊരു കാര്യം, ഓഫ് റോഡിങ്ങിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. എല്ലാ ഓഫ് റോഡിങ്ങിലും ഇതൊക്കെ നടക്കുന്നതാണ് കേട്ടോ. മച്ചാൻ ആ വണ്ടി തള്ളി തേണ്ട എൻ്റെ വണ്ടി കൊണ്ട് കുഴിക്കകത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ വണ്ടിയും കുഴിക്കകത്തായിട്ടുണ്ടല്ലേ. ക്രിസിൻ്റെ വണ്ടി കയറിയായിരുന്നല്ലേ. അപ്പോൾ എൻ്റെ വണ്ടി തേണ്ട അവിടെ നിന്ന് അനങ്ങുന്നില്ല. മാക്സിമം ബാക്കിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അങ്ങോട്ട് കയറ്റിക്കോ. കാല് കൊടുത്തോ കയറിക്കോളും. അത്രേ ഉള്ളൂ. ഗൈസ്, അത് കയറിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഈ വണ്ടി ഇനി എന്ത് ചെയ്യും? ഈ വണ്ടി ഇനി എങ്ങനെ കയറ്റുമെന്ന് ഇതിൻ്റെ 2ാമത്തെ പാർട്ടിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.